ശേഷം 1-ാം അധ്യായം 45-46 വാക്യങ്ങൾ. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 45 and 46. ആർക്ക് ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയുടെ ആരംഭം. തൻ്റെ സ്നാനം കഴിഞ്ഞു, സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവിക അരുളപ്പാടുണ്ടായി. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോൽ ഇറങ്ങി കർത്താവിൻ്റെ മേൽ വസിക്കുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാന് 100% ഉറപ്പായി, ഇത് ഞാൻ കാത്തിരുന്ന മശിഹ തന്നെ. ആമേൻ. ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നത് 1:29, പിറ്റന്നാൾ യേശു അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold the Lamb of God which taketh away the sin of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിനെ യോഹന്നാൻ സ്നാപകൻ അവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇവനാണ് മശിഹ. പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി താണലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്തു വന്ന് എന്നെ അവന് മുമ്പ് മുന്നോടിയായി അയച്ച് ഫോർ റണ്ണറായി എന്നെ അയച്ച് ഞാൻ ആരെ വെളിപ്പെടുത്തണമെന്നെ ദൈവം ആഗ്രഹിക്കുന്നു. ആ കർത്താവ് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകുട്ടി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ഡിക്ലറേഷൻ കഴിഞ്ഞ് യോഹന്നാൻ മിനിസ്ട്രി തുടരുകയാണ്. വലിയൊരു മൾട്ടിറ്റ്യൂഡ്, ഒരു ക്രൗഡ് യോഹന്നാൻ സ്നാപകന്റെ കൂടുണ്ട്. ആമേൻ. ആരുടെ കൂടെ ഉണ്ട്? യോഹന്നാൻ എവിടെ പോയാലും 1000-10,000 പോകുന്നത്. ഒരു വലിയൊരു ക്രൗഡുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അവനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, എന്നെയല്ല, അവനെയാണ്. ഞാൻ ഇത്രയും നാളും പ്രസംഗിച്ചത് അവനെ കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ പിൻപറ്റണം. ലോകത്തിൽ ആദ്യമായി മശിഹായെ ചൂണ്ടിക്കാണിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. നിങ്ങൾ അവനെ അനുഗമിക്കാൻ പറഞ്ഞു. അത് 35-36 വാക്യങ്ങൾ. പിറ്റന്നാൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാർ 2 പേരെയുമായി അവിടെ നിൽക്കുമ്പോൾ, 2 പേരെയും കൊണ്ട് മാത്രം അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട്, ഇതാ ദൈവത്തിന്റെ ആട്ടിൻകുട്ടി, ദൈവത്തിന്റെ കുഞ്ഞാട്. വായിച്ചേ. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. ആരെ വിട്ട് ആരുടെ പുറകെ പോയി? എന്നെ വിട്ട് വേറൊരാളുടെ പുറകെ പോകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം. ജയോത്സവം സഭ വിട്ട് വേറൊരു സഭയിലേക്ക് പോകുമ്പോൾ ഒരു വിഷമം. ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയ വ്യക്തി ആമേൻ എന്നെ വിട്ടുപോകുമ്പോൾ മാനുഷികമായി എന്തോ ഉണ്ട്. അയ്യോ, നിങ്ങൾക്ക് ആർക്കും ഇല്ല.
ഉണ്ട്. എന്നാൽ യോഹന്നാൻ ഒരു വിഷമവും തോന്നിയില്ല. കാരണം യോഹന്നാൻ്റെ ആഗമന ഉദ്ദേശം അതായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടുപേർ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. യോഹന്നാനെ വിട്ട് അവർ യേശുവിൻ്റെ പുറകെ പോയി. ആമേൻ. ലോകത്തിലെ ആരുടെയും പുറകെ അല്ല നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ യേശുവിൻ്റെ പുറകെ പോകണം. നിങ്ങൾ അനുഗമിക്കേണ്ടത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ബിഗ് പാസ്റ്ററെ അല്ല. ആമേൻ, ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ബിഗ് ഓർഗനൈസേഷൻ അല്ല, ഏതെങ്കിലും ഒരു വലിയ ആമേൻ പ്രസംഗകനെ അല്ല. നിങ്ങൾ അനുഗമിക്കേണ്ടത് യേശുവിനെ അനുഗമിക്കണം. തിരിച്ചറിഞ്ഞവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൽ ആരെയും അല്ല ഫോളോ ചെയ്യേണ്ടത്. യോഹന്നാൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഫോളോ ചെയ്യണം. അവനാണ് മശിഹ, അവനാണ് ആട്ടിൻകുട്ടി, അവനാണ് നമുക്ക് വേണ്ടി ജീവൻ വെച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് പകൽക്കാലം ആ റിയൽ, ആ യഥാർത്ഥമായ പാതയിലൂടെ കർത്താവിനെ അനുഗമിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. രണ്ടുപേർ യേശുവിൻ്റെ കൂടെ പോയി. ആമേൻ. ആ രണ്ടുപേരിൽ ഒരാൾ ആരായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉണർവ് പ്രസംഗമൊന്നുമായിട്ട് നിങ്ങളെ കണക്കാക്കണ്ട, വചനം കൂടെ അകത്ത് കയറണം. രണ്ടുപേരും ആരായിരുന്നു? ഒരാള് ശീമോൻ പത്രോസിന്റെ, ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അപ്പോൾ യേശുവിനെ ആദ്യം ഫോളോ ചെയ്ത ഫസ്റ്റ് ഡിസൈപ്പിൾ ആരാ? അന്ത്രയോസ് ആണ്. മറ്റേ ശിഷ്യന്റെ പേര് ഇവിടെ എന്താ? മറ്റേ ശിഷ്യന്റെ പേര് പറയാത്തെ? ഓ സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഒരിടത്തും യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ യോഹന മുഴുവൻ ഡാനിയേൽ കൊന്നു നിൽക്കുന്നത്, എൻ്റെ പേര് പറഞ്ഞ കുഴപ്പമില്ലല്ലോ, നമ്മൾ എഴുതി വെച്ചേനെ. യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നിങ്ങൾ വായിക്കുക. യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യൻ അതാരാ? യോഹന്നാനാ. പുള്ളിയുടെ പേരെഴുതിയില്ല. മനസ്സിലായോ? നമ്മൾ ഒരിടത്ത് നമ്മളെ പൊക്കാൻ പോകണ്ട, നമ്മുടെ ദൈവം ഉയർത്തിക്കോളൂ. സ്തോത്രം. ഒരിടത്തും ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ ചെയ്തു, നോ. നമ്മളെ ഒന്നും നമ്മൾ പുകഴ്ത്തണ്ട, നമ്മളെ എക്സോൾട്ട് ചെയ്യണ്ട. വി ഹാവ് നത്തിങ് ടു ബോസ്റ്റ്, ഓൺലി ക്രൈസ്റ്റ്, ഓൺലി ബൈ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാണെന്ന് പറയാൻ അനുഭവമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ നീ നിന്നെ ഉയർത്തണ്ട. അവൻ നാം കേട്ട സന്ദേശമാണ്. എവിടെയാണോ താഴോട്ടൊഴുകുന്നത്, താഴാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ അവിടെ പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, മറ്റേ ശിഷ്യൻ ആരായിരുന്നു? യോഹന്നാൻ ആയിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അന്ത്രയോസ് നേരെ എങ്ങോട്ടാ പോയേ? അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ആദ്യം പോയത് വേറെ ആരെ പിടിക്കുന്നതിനെക്കാട്ടി മുമ്പ് ആരെ പിടിക്കണം? ആരെ പിടിക്കണം? എൻ്റെ വീട്ടുകാർ രക്ഷപ്പെട്ടില്ലേലും കുഴപ്പമില്ല, നാട്ടുകാർ രക്ഷപ്പെടണം. മക്കൾ ഇതുവഴി പോയാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ മക്കളെ നേരെയാക്കണം. നോ, ആദ്യം നമ്മൾ നേരെയാകണം, നമ്മുടെ വീട്ടിലുള്ളവരെ നേരെയാക്കണം, നമ്മുടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴി നോക്കണം. നോഹ അങ്ങനെ ചെയ്തേ. നോഹ 120 വർഷം പ്രസംഗിച്ചു. നോഹ അകത്ത് കയറി പെട്ടകത്തിനകത്ത്. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. നോഹ എണ്ണി നോക്കി, മക്കളും മരുമക്കളും ഭാര്യയെല്ലാം ആരോടുണ്ട്? വേറെ ഒരുത്തനും കയറിയില്ല. ആരും രക്ഷപ്പെട്ടില്ലേലും നമ്മൾ രക്ഷപ്പെട്ടോണം. പ്രസംഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ കുടുംബത്തിനെ നോക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ പോകാൻ. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം.
ഞാൻ പറഞ്ഞൊരു ഉണർവ് പ്രസംഗം അല്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിച്ചേ, നേരെ അന്ത്രയോസ് നേരെ എങ്ങോട്ട് പോയി? ശീമോൻ പത്രോസിന്റെ അടുത്ത് പോയി. ശീമോൻ പത്രോസിന്റെ അടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞേ? ശീമോനോട് പറഞ്ഞ എന്തുവാ? ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒന്നാമത്തെ വാക്ക് ശ്രദ്ധിക്കണം. ചെന്ന് പറഞ്ഞത് ഞങ്ങൾ ആരെ കണ്ടു? മശിഹായെ കണ്ടു എന്നല്ല പറഞ്ഞത്, മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? കണ്ടു എന്ന് പറയുന്നതും കണ്ടെത്തി എന്ന് പറയുന്നത് രണ്ടാ. ആമേൻ. അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത്. ആമേൻ, സ്തോത്രം. ഇത്രയും നാളും ഇവരുടെ അകത്തൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മശിഹായെ കാണണം. ആമേൻ. ന്യായപ്രമാണം നന്നായി മനസ്സിലാക്കി. ആമേൻ. ന്യായപ്രമാണത്തിൽ ആ യോഹന്നാൻ സ്നാപകനിലൂടെ കേട്ടുകൊണ്ടിരുന്ന ആ മശിഹ ഇന്നയാളാണെന്ന് അവർ അന്വേഷിച്ചു നടന്ന മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. എൻ്റെ കർത്താവിനെ അന്വേഷിച്ചവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിയാതെ പോയിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവസന്നിധിയിൽ അവൻ വചനത്തിൽ അന്വേഷിച്ചാൽ കണ്ടെത്താത്ത ഒന്നുമില്ല. ക്രിസ്തു പെർഫെക്റ്റ് ആണ്, അവനിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അന്വേഷിച്ചു, കണ്ടെത്തി. സ്തോത്രം. അപ്പോൾ അവർ മശിഹായെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മശിഹായെ നമ്മളാരും കർത്താവിനെ അന്വേഷിച്ച് നടന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് നമ്മളെ തേടി വന്നതാണ്. നമുക്ക് ഈ ന്യായപ്രമാണമൊന്നും അറിയത്തില്ലാത്ത നമ്മളെ കർത്താവിൻ്റെ കൃപയിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവൻ്റെ മക്കളാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നമ്മളെ തേടി വന്നു. അവൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും തന്നെ എന്ന് യോഹന്നാൻ 15:16 നമ്മൾ വായിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ കൊണ്ടുവന്നു. നീ യോഹന്നാന്റെ മകനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കും. എൻ്റെ വിഷയം അതല്ല. സ്തോത്രം. 43-ാമത്തെ പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസിനെ ആരും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതല്ല. ഫോർച്യുനേറ്റ്ലി അവനെ വഴിമധ്യത്തിൽ വെച്ച് ദൈവം മശിഹായുമായിട്ടൊരു എൻകൗണ്ടർ നൽകുകയാണ്. സ്തോത്രം. ആ എൻകൗണ്ടറിൽ കർത്താവ് ഫിലിപ്പോസ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാനെ. അവൻ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല, ഒറ്റ പോക്ക് യേശുവിൻ്റെ പുറകെ. ആമേൻ. അത് കഴിഞ്ഞ് ഫിലിപ്പോസ് അങ്ങോട്ട് പോയി. വായിച്ചേ. ഫിലിപ്പോസോ അന്ത്രയാസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവർ. അപ്പൊ പത്രോസിന്റെയും അന്ത്രയോസിന്റെയും പട്ടണമായ ബെത്സയിദയിലുള്ള ഈ ഫിലിപ്പോസ്, അടുത്തത് ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് നഥനയേൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ആരുടെ ഫ്രണ്ട്? മനസ്സിലാ? ആരുടെ ഫ്രണ്ട്? ഫിലിപ്പോസിന്റെ ഫ്രണ്ട്. ആമേൻ. എപ്പോഴും അത്തിയുടെ കീഴിലിരുന്ന് വചനം വായിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ന്യായപ്രമാണം വായിച്ചുകൊണ്ടിരിക്കുന്ന നഥനയേൽ എപ്പം കാണുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മശിഹ എപ്പം വരും, മശിഹ എപ്പം രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ മാത്രം പറയുന്ന ആത്മീയനായ ഒരു നഥനയേൽ, നല്ലവനായ നഥനയേൽ. സ്തോത്രം. ആരാ ഈ നഥനയേൽ? അത് പിന്നെ പറയാം. ഈ നഥനയേലിനെ കണ്ടു. നഥനയേലിന്റെ അടുത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വായിച്ചേ.
നീ വായിച്ചു തുടർമാനമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവിടെയും പറഞ്ഞ വാക്കെന്തുവാ? ഞാൻ കണ്ടു എന്നല്ല, കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. വചനം നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി വായിക്കണം. അവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവരെല്ലാവരും യേശു മശിഹായെ അവർക്ക് രാജ്യം സ്ഥാപിക്കുന്ന ഈ റോമൻ ഭരണകൂടത്തെ തുടച്ചു മാറ്റി അവർക്കൊരു സമാധാനപരമായ ഭരണം നടത്തുന്ന അവരുടെ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നതിന് നടുവിൽ അവൻ അന്വേഷിച്ച് നടന്ന് കണ്ടെത്തിയ ആ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. നഥനയേലിന്റെ അടുത്ത് പറഞ്ഞു, വായിച്ചേ, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പറഞ്ഞു, യോസഫിന്റെ മകനായ യേശു എന്ന നസ്രത്തുകാരൻ തന്നെ. അപ്പോൾ ഇതിനകത്തൊരു ദൂത് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. യേശുവിനോട് ചേർന്ന് നടന്ന ആൾക്കാർ, യേശു നേരിട്ട് വിളിച്ചവരുമുണ്ട്, മറ്റുള്ളവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നവരും ഉണ്ട്. ഇതൊരു മെസ്സേജ് തരുന്നുണ്ട് നമുക്ക്. നാം യേശുവിൻ്റെ അടുത്ത് മറ്റുള്ളവരെ കൊണ്ടുവരുന്നവരായി മാറണം. സ്തോത്രം. ഞാൻ യേശുവിനെ കണ്ടെത്തി, അതിൽ ഞാൻ തൃപ്തനാണ്. എനിക്ക് കൈയടിക്കാൻ പറ്റുന്നുണ്ട്, ആരാധിക്കാൻ പറ്റുന്നുണ്ട്, അന്യഭാഷ പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ജീവിച്ച് ഞാൻ സ്തോത്രം പറഞ്ഞ് നിത്യതയിൽ പോകുമെന്നുള്ളതല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാൻ, യേശുവിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവരാൻ. സ്തോത്രം. ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. ആരെങ്കിലും ഒന്ന് വാ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. ബാക്കി കർത്താവ് നോക്കിക്കോളും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്വം ബ്രിങ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. ആമേൻ. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ബാക്കി കാര്യം നോക്കിക്കോളൂന്ന് മനസ്സിലായ ഒരു സ്തോത്രം പറഞ്ഞാൽ. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതാണ്. കർത്താവ് പറഞ്ഞു, ഭൂലോകമൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം. ഈ ഗോസ്പൽ ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഇത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും പ്രസംഗിക്കണം. ക്രിസ്തുവിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇത് വന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞപ്പോൾ, ഈ നഥനയേൽ എന്ന് പറയുന്നത് എത്ര പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 1.5 മണിക്കൂർ മെസ്സേജാണ്. ഈ നഥനയേൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ട്. അതിനകത്ത് ബർത്തലോമായി എന്നൊരു പേരുണ്ട്. ബർത്തലോമായി എന്ന വാക്കിൻ്റെ അർത്ഥം തോലാമായിയുടെ മകനായ, അങ്ങനല്ലേ, മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വരുമ്പോൾ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടത് പറയുന്നുണ്ട്. വായിച്ചാട്ടെ. 21-1-2. അതിനുശേഷം യേശു പിന്നെയും തിബിരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാര് വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. 7 പേര് കർത്താവിന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ യോഹന്നാൻ നഥനയേൽ എന്ന് പറയുന്ന വ്യക്തിയെ 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ അടുത്ത് വരുന്നതും ആ നഥനയേൽ കർത്താവിന്റെ ശിഷ്യനായി തീർന്നതും പടകും വലയും എടുത്ത് തിരിച്ചു പോയ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ നഥനയേലിന്റെ പേരാണ് ബർത്തലോമായി എന്ന പേരിൽ
മറ്റ് ശിഷ്യന്മാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കാണുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ദൂതായിട്ട് നിങ്ങൾ എടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ നഥനയേലിനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? നഥനയേൽ അവനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഒരു വലിയ ചോദ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. മശിഹ വരുന്നത് നസ്രത്തിൽ നിന്നാണോ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒരു സാധ്യതയില്ല. കാരണം ഒരു വേസ്റ്റ് സിറ്റിയാണ് നസറേത്ത്. ഒരു ലീസ്റ്റ്, ആർക്കും വേണ്ടാത്ത കുറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് നസറേത്ത്. ആ നസറേത്തിൽ നിന്ന് മശിഹ ഒരിക്കലും വരത്തില്ല, വരാൻ സാധ്യതയില്ല. അവിടുന്ന് ഒരു നന്മ ഉണ്ടാകത്തില്ല, അവിടുന്ന് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നാൽ നോക്കുക, എവിടാണോ ലോകം ലീസ്റ്റ് എന്ന് പറഞ്ഞത്, കൊള്ളരുതാത്ത എന്ന് പറഞ്ഞത്, അതിനകത്തൂന്ന്, ആ പട്ടണത്തിനകത്തൂന്ന് മശിഹായെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഒന്നുമില്ലാത്തടത്തൂന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ഒന്നുമില്ലാത്തടുത്ത്, ആമേൻ, ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തടുത്തു നിന്നാണ് യേശു കർത്താവ് വളർന്നു വന്നത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോഴും ബേത്ലഹേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. മീഖാ പ്രവചനത്തിൽ, മീഖാ 5:2 ആ വാക്യം. മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ആമേൻ, ബേത്ലഹേമിനെ കുറിച്ച് പറയുന്നത് എന്താണ്? 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും, ആമേൻ, ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഓ സ്തോത്രം. അപ്പൊ ജനിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലം ചെറിയ സ്ഥലമാണ്. വളരാൻ കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലം ഒരു നന്മയും വരാത്ത സ്ഥലമാണ്. സ്തോത്രം. ദൈവം എപ്പോഴും തെരഞ്ഞെടുക്കുന്നത് ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്തതിനെയാണ് ദൈവത്തിന്റെ ചില അനുഗ്രഹത്തിന്റെ ഉറവകളാക്കി ദൈവം മാറ്റാൻ പോകുന്നത്. അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. ഞാൻ സംതിങ് ആണെന്ന് തോന്നുന്നവരിലൂടെ അല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. എൻ്റെ കുടുംബം വലിയ കുടുംബമാണെന്ന് പറയുന്നതിനകത്തു നല്ല ദൈവം മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നത്. ഒന്നുമില്ല എന്ന് ആര് സമർപ്പിച്ചു കൊടുക്കുമോ, മറ്റുള്ളവർ നിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമോ, അതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ മഹത്വം പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ദൂത് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോവാ. കർത്താവിൻ്റെ അടുത്ത് നഥനയേൽ വന്നു. കർത്താവിൻ്റെ അടുത്ത് നഥനയേൽ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ വായിച്ചപ്പം, ഫിലിപ്പോസ് അന്ത്രോസിനോട് വന്ന് കാണുക. നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വലിയൊരു ആർഗ്യുമെന്റ്സും ഒരു തർക്കവും വഴക്കും, നസറേത്തിൽ നിന്ന് വരുമെന്നുള്ളത് എനിക്കറിയാവുന്ന കണ്ട മശിഹായാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചെന്ത് പറയും, കണ്ടൊക്കെ പറയുമായിരുന്നു നമ്മൾ. സ്തോത്രം. എന്നാൽ അവിടെ ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യം, സുവിശേഷം പറയുന്നിടത്തൊരു ആർഗ്യുമെന്റിന്റെ ആവശ്യം. നമ്മൾ പല വീട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ അവരിങ്ങോട്ട് പറയുന്നു, അങ്ങോട്ട് തർക്കിക്കുന്നു. നോ, ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞു, നിങ്ങൾക്ക് വേണേ വിശ്വസിക്കുക. നിങ്ങൾ യേശുവിനെ വന്ന് കാണ്, ഒന്ന് വന്ന് കാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കാതെ ഒന്ന് വാ എന്ന് പറയാനേ നമുക്ക് പറ്റൂ. ആരോടും വഴക്കുണ്ടാക്കാനോ ആർഗ്യൂ ചെയ്യാനോ നമുക്ക് കാര്യമാക്കണ്ട. ഫിലിപ്പോസ് വളരെ സിമ്പിളായിട്ട് പറയാണ്, കം ആൻഡ് സീ ജീസസ്. വന്നു, വായിച്ചാട്ടെ.
നദനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. യേശു ദൂരേന്ന് കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് അവിടെ വന്ന് സംസാര ശൈലിയും ഭവ്യതയും സൗമ്യതയും ഒക്കെ നമ്മളൊക്കെ അങ്ങനെയാണ് ആൾക്കാരെ അസസ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഓ, ഹി ഈസ് സോ ഹംബിൾ. അവൻ്റെ സംസാരത്തിൽ അവൻ ഹംബിളാണ്, അവൻ്റെ ഇടപാടിൽ ഹംബിളാണ് എന്നൊക്കെ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം. ചിലരെ കാണുമ്പോൾ എന്തോ ശാന്തനാണെന്ന് ദൂരെ നിന്ന് കണ്ടാൽ തോന്നും, പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ശാന്തതയും ഇല്ല എന്നൊക്കെ പിന്നീട് നമ്മൾ പറയാറുമുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് അവനോടൊന്നും സംസാരിച്ചില്ല. ദൂരേന്ന് വരുന്നത് കണ്ടിട്ട് അവനെക്കുറിച്ച് സകലതും അറിയുന്ന ദൈവം അവനെ നോക്കി പറയുകയാണ്. എന്താണ് പറഞ്ഞത്? യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല എന്ന്. ഒത്തിരി ഹിപ്പോക്രൈറ്റ്സിനെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ച് പരീശന്മാരുടെ ഒരു കാലം. പുറമെ വലിയ ഭക്തരാണെന്ന് കാണിക്കുന്ന, അവർക്കൊത്തിരി ന്യായപ്രമാണം അറിയാം, ന്യായപ്രമാണം പഠിച്ചവരാ. പൗലോസിന് പറഞ്ഞ ഞാൻ ഗമാലിയലിന്റെ പാദപീഠത്തേക്ക് ഇരുന്ന് ന്യായപ്രമാണം പഠിച്ചയാളാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. അപ്പോൾ പരീശനായിട്ടും ന്യായപ്രമാണം നന്നായി അറിയാവുന്നിട്ട് പോലും ക്രിസ്തു ശിഷ്യന്മാരെ ക്രൂരമായി നശിപ്പിക്കാൻ ഇറങ്ങിയവൻ. പക്ഷേ മതപരമായി അവർ വലിയ ഭക്തരാണവര്. ആ ഭക്തി, ആമേൻ, ദൈവത്തിന് നമ്മുടെ പുറമേയുള്ള ഭക്തിയുടെ പ്രകടനങ്ങളല്ല നോക്കുന്നത്, നമ്മുടെ ഹൃദയം നോക്കുന്ന ദൈവം. നമ്മൾ ഒരു വാക്ക് പോലും അങ്ങോട്ട് പറയണ്ട, എല്ലാം നന്നായി അറിയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്ററിന് നിങ്ങളുടെ ഹൃദയം റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. നിങ്ങൾക്ക് എൻ്റെ ഹൃദയം അറിയാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. നമ്മൾ പലപ്പോഴും പുറമേ കണ്ട് വിധിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പുറമേ കണ്ട് വിധിക്കുന്ന ദൈവമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന, ഹൃദയത്തിൻ്റെ ഇടുപ്പും തുടുപ്പും അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ ഭാരം അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് എനിക്കും നിങ്ങൾക്ക് സേവിക്കാൻ ഭാഗ്യം കിട്ടിയത്. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ കപടതയില്ലാത്ത ഭക്തനാണെന്ന് യേശു അങ്ങോട്ട് പറയുക. കാപട്യം. ദൈവത്തിന് എപ്പോഴും ഇഷ്ടം സിൻസിയർ ആയിട്ടുള്ളവരെ. ഒത്തിരി കർത്താവിന് വേണ്ടി ചെയ്യുന്നു, ഒത്തിരി പറയുന്നു, പ്രസംഗിക്കുന്നു എന്നുള്ളതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ സിൻസിയറിറ്റിയാണ്, നമ്മുടെ സത്യസന്ധതയാണ്. നമ്മുടെ എഡ്യൂക്കേഷനോ, നമ്മുടെ വെൽത്തോ, നമ്മുടെ പശ്ചാത്തലമോ, നമ്മുടെ കഴിവുകളോ, ബിബ്ലിക്കൽ നോളജോ, നമ്മുടെ ഇരിക്കുന്ന ഡിഗ്രിയോ ഒന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നമ്മുടെ സിൻസിയറിറ്റിയാണ്. മനസ്സിലാകാത്തൊരു സ്തോത്രം, മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞ് സ്തോത്രം. ആമേൻ. നമ്മുടെ നിഷ്കളങ്കതയാണ് ദൈവം നോക്കുന്നത്. ഇറ്റലിയിൽ ഫർണിച്ചർ ഷോപ്പിൻ്റെ എല്ലാം മുമ്പിൽ എഴുതി വെച്ചിരുന്ന ഒരു വാക്കാണ് സൈൻ സെറ എന്ന പദം. സൈൻ സെറ ഫർണിച്ചർ ഷോപ്പിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ ഒരു ഇറ്റാലിയൻ വേർഡാണത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മെഴുകില്ലാത്തത്. എന്താണ് മെഴുകില്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിൽ ഫർണിച്ചറിൽ ഞങ്ങൾ മെഴുക് വെച്ചിട്ടില്ല. ആ ഫർണിച്ചർ നമുക്കറിയാം. ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയി ഫർണിച്ചർ മേടിച്ച് വീട്ടിൽ വന്ന് നമ്മുടെ ഫർണിച്ചർ ശരിക്കും 2 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അടിയും വലിയ ഹോളൊക്കെയാണ്. പക്ഷെ ഇവർ മെഴുക് വെച്ച് അടച്ചിട്ട് പോളിഷ് അടിച്ച് വെച്ചിരിക്കുക.
പക്ഷെ അവിടുത്തെ ഫർണിച്ചർ ഷോപ്പിൽ ഒരു മെഴുകുമില്ല. എവിടെയെങ്കിലും കുത്തുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പോടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്ക് അതുപോലെ ഓപ്പണായിട്ട് വെച്ചിരിക്കുക. ഇതിനകത്ത് ഒരു കള്ളത്തരവുമില്ല, ഒരു കാപട്യവുമില്ല. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മെഴുകു വെച്ച് അടച്ച് പെയിന്റ് അടിച്ചു തരാം. അസൈൻ സെറ എന്ന വാക്കിൽ നിന്നാണ് സിൻസിയർ എന്ന പദം ഉണ്ടായത്. സ്തോത്രം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ സിൻസിയർ ആയിരിക്കാനാണ്, മെഴുകില്ലാത്തവരായിരിക്കാനാണ്. ആമേൻ ആമേൻ. പുറമേ ഷോ കാണിക്കുന്നവരല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സിൻസിയർ റിലേഷൻഷിപ്പ്, ഒരു നിഷ്കളങ്കമായ ബന്ധം നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാനൽ നിന്നിലേക്ക് തുറക്കപ്പെടുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെയാണ് ദൈവ പ്രവൃത്തി നിന്റെ മേൽ നടക്കുന്നത്. ആമേൻ. ശുശ്രൂഷയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കാപട്യവും വേണ്ട. ആമേൻ. ആരുടെ മുമ്പിലും ഒരു കാപട്യവും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും നമ്മളായിരിക്കണം. ഞാൻ എന്താണോ അതാണ് ഞാൻ എന്ന് പറയാൻ നമുക്ക് തൻ്റെ ഇടം വേണം. മറ്റുള്ളവരെ കാണുമ്പോൾ ആമേൻ മറച്ചും ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി ഷോപ്പ് കാണിക്കുന്നതല്ല. ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നാം എന്തായിരിക്കുന്നോ അതുതന്നെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടണം. അവിടെയാണ് മറ്റുള്ളവർ നമ്മിലൂടെ കർത്താവിനെ കാണുന്നത്. നമ്മളിലൂടെ ആര് കാണണം? കർത്താവിനെ കാണണം. അതാണ് ലെറ്റ് ഹിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പൊ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഇവിടെ നഥനയേലിന്റെ ഹാർട്ട് ദൈവം കണ്ടു. ഒന്നുകൂടെ നല്ലപോലെ പറഞ്ഞാൽ ആമേൻ, ഹാർട്ട് ദൈവം കണ്ടു. അപ്പൊ നമ്മുടെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്. ലോകത്തിൽ ആർക്കും കാണാൻ കഴിയാത്തൊരു സ്ഥലമാണ് ഏത്? ആമേൻ. എക്കോ ചെയ്താലും കാണാൻ പറ്റില്ല. അപ്പോൾ പാസ്റ്റർ കാണുന്നോ? ആ ഹാർട്ടിൻ്റെ കാര്യമല്ല ഇത് പറയുന്നത്. ഇത് വേറെ ഹൃദയമാണ്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൃദയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ആ ഹൃദയമാണിത്. ആമേൻ. ഇത് കാണാൻ കഴിയുന്നത് എൻ്റെ കർത്താവിന് മാത്രമേ ഉള്ളൂ. ആമേൻ. കർത്താവ് നിന്നെ നോക്കുമ്പോൾ ആമേൻ നീ സിൻസിയർ ആണോ, കപടമില്ലാത്തതാണോ? ആമേൻ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. അതാണ് 1 ശമൂവേൽ 16:7 ആമേൻ ദാവീദിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത്, അഭിഷേകം ചെയ്യുന്ന സമയത്ത് ശമൂവേലിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. 1 ശമൂവേൽ 16:7 വായിച്ചേ. 1 ശമൂവേൽ 16:7 യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, മുഖം നോക്കരുത്, പൊക്കമോ നോക്കരുത്, പൊക്കം നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ആരെ തള്ളിയിരിക്കുന്നു? നേരത്തെ ശൗലിനെ അഭിഷേകം ചെയ്യാൻ നേരം നോക്കിയത് മുഖവും പൊക്കവുമാ. സ്തോത്രം. അത് നീ ഇവിടെ നോക്കരുത്. നീ അത് നോക്കിയത് കൊണ്ടാണ് നിന്റെ മിനിസ്ട്രിയിൽ നീ ദുഃഖിക്കേണ്ടി വന്നത്. ആ അധ്യായം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. അനന്തരം യഹോവ ശമൂവേലിനോട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. ശമൂവേലെ, നീ ദുഃഖിച്ചിരിക്കാൻ കാരണം നീ മുഖം നോക്കിയത് കൊണ്ടാ, നീ പൊക്കം നോക്കിയത് കൊണ്ടാ. ഇനിയും നീ ദുഃഖിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. മുഖവും പൊക്കവും നോക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചേ. മുഖവും പൊക്കവും നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. ആമേൻ. ശരിയാണോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് അവന്റെ പുറമേയുള്ള അപ്പിയറൻസ് കണ്ടാണ്. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള അപ്പിയറൻസ് കണ്ടിട്ടല്ല, നമ്മുടെ ഹൃദയം കണ്ടിട്ടാണ്. അവൻ ഇന്ന് പകൽക്കാലം അന്തരിയന്ത്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം,
ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവം. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ അവന്റെ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം നന്നായി അറിയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താൽ ദൈവമേ നിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആമേൻ. എന്നെ എവിടെ പോയാലും എൻ്റെ കൂടെ വരുന്ന നിന്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ എനിക്ക് മറഞ്ഞിരിക്കാൻ ഇരുട്ടെനിക്ക് മറവായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും എനിക്ക് മറവല്ല. ആമേൻ. എന്നെ നന്നായി കാണുന്ന ദൈവം, എന്നെ നന്നായി അറിയുന്ന ദൈവം. പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയാം ദൈവമക്കളെ, ആമേൻ, ആ കാണുന്ന ദൈവം നിന്നെ കൈവിടാത്ത ദൈവമാണ്. ആമേൻ. ദൂത് മനസ്സിലായോ? എനിക്ക് ആവേശകരമായി ഒന്ന് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷെ സമയം കൈവിട്ടു പോകും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ അവൻ പറയുകയാണ്, ദൈവം അവൻ്റെ ആ സത്യസന്ധത, അവൻ ഓണസ്റ്റ്, അവൻ്റെ ജെന്യൂൻനെസ്, അവൻ്റെ ആ യഥാർത്ഥമായ അവസ്ഥ ദൈവം കാണുക. ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ 100% നമുക്ക് നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയുമെങ്കിൽ, നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ സേവിക്കാൻ കഴിയുമെങ്കിൽ, അതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. നല്ല മനസ്സാക്ഷിയോടെ. ആമേൻ. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നഥനയേൽ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക. നഥനയേൽ തന്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവന് കപടമില്ല എന്ന് അവനോട് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയും? ആമേൻ. സമയം പോയി, 2-3 മിനിറ്റ് എടുക്കാം. എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ. ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ നിന്നെ കണ്ടതുകൊണ്ടാ അവൻ നിന്നെ കണ്ടത്. ഞാൻ നിന്നെ വിളിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ടാ അവൻ നിന്നെ വിളിച്ചത്. അബദ്ധത്തിൽ അവൻ നിന്നെ കണ്ടതല്ല, അബദ്ധത്തിൽ അവൻ നിന്നെ വിളിച്ചതല്ല. ഈ ഡിവൈൻ കോളൊക്കെ ചുമ്മാ വന്നതല്ല. ഒരു പാസ്റ്റർ നിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നീ അബദ്ധത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല. നിന്നെ കുറിച്ചുള്ള ഡിവൈൻ പ്ലാൻ, നീ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നിന്നെ കണ്ടതുകൊണ്ടാണ്, അവൻ നിന്നെ വിളിച്ചത് കൊണ്ടാണ്. ഇന്ന് ഈ വചനമെടുത്ത് നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഈ വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ കൃപ പ്രാപിച്ചു തന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചോണം, ആ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഓ, കഴിവല്ല ദൈവമക്കളെ, കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസ് പറയാണ്, നീ എന്നെ എപ്പോഴറിയും? എവിടെ വെച്ചറിയും? നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ? അതാ വാക്കിൻ്റെ അർത്ഥം. സാധാരണ ഒരു ലിറ്ററൽ ലാംഗ്വേജിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെ, നീ എന്നെ ഫസ്റ്റ് ടൈമാണ് കാണുന്നേ, നീ എന്നെ എവിടെ വെച്ചറിയും? കർത്താവ് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ. സ്തോത്രം. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, വെളിപ്പാട് പറയുക. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ, ആരും നിന്നെ അറിയാതിരുന്നപ്പോൾ നീ അത്തിയുടെ കീഴിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ? മശിഹ എപ്പം വരുമെന്ന്, എന്ന് ഉദ്ധാരണം ഉണ്ടാകുമെന്ന് നീ കാത്തിരുന്നില്ലേ? അത് ഞാൻ കണ്ടു മോനെ. ഇന്ന് പകൽക്കാലം ആരും അറിയാത്ത ആമേൻ, നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കണ്ണുനീര്, നിന്റെ വേദന, നിന്റെ ഭാരങ്ങൾ, നീ കടന്നുപോയ പ്രതിസന്ധികൾ, നിന്റെ വെല്ലുവിളികൾ, നിന്റെ ലോൺലിനെസ്, നിന്റെ പ്രതികൂലങ്ങൾ കണ്ടൊരു ദൈവമുണ്ട്. ഇത്രയും നാളും
ഒരു ദൂതൂടെ പറയണം, പറയാതെ പോകാൻ പറ്റത്തില്ല. ഇത്രയും നാളും ഇവന്റെ തണൽ ഈ അത്തിയായിരുന്നു. സാധാരണ യഹൂദന്മാരുടെ രീതിയിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവർ അത്തിമരം നടും, അത്തിച്ചെടി നടും. ആ അത്തി വളരുമ്പോൾ ഈ മകൻ വളരുന്നതിനനുസരിച്ച് ആ അത്തിയും വളരും. ചെറിയ വീടൊക്കെ അല്ലേ, കൊച്ചുമുറിയുള്ള വീടുകളാണ് അന്നത്തെ. എന്നാൽ ഈ അത്തിയുടെ കീഴിലാണ് ഇവരിരുന്ന് വായിക്കുന്നത്, പഠിക്കുന്നത്. സ്വന്തം ജനിച്ചപ്പോൾ കൂടെ വെച്ച ആ അത്തിയുടെ കീഴിൽ അതിവനൊരു തണലായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ഇനി മുതൽ ആ അത്തിയല്ല നിന്റെ ആശ്രയം, ഞാനാണ് നിന്റെ ആശ്രയം. ഇത്രയും നാൾ നീ ആശ്രയിച്ചതൊക്കെ നിന്നെ മാറിപ്പോകുന്നതാ, എല്ലാം നിനക്ക് പ്രതികൂലം വരുന്നതാ. എന്നാൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഇനി മേലാൽ നീ ഒരത്തിയുടെ കീഴിൽ ഇരിക്കണ്ട. അതിൻ്റെ കീഴിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടിയുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ചില പ്രാർത്ഥനയുടെ മറുപടിയുടെ മുമ്പിൽ നിന്നെ അറിയാതെ കൊണ്ടു നിർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഒരിക്കലും 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 നീ കണ്ടെത്തത്തില്ലെന്ന് വിചാരിച്ച, അപ്രാപ്യമെന്ന് വിചാരിച്ച ആ വിഷയത്തിന്റെ മുമ്പിൽ നിന്നെ കൊണ്ടു നിർത്താൻ നീ എവിടെയാകുന്നു? നിന്റെ പ്രാർത്ഥന എന്താകുന്നു? നിന്റെ പ്രശ്നങ്ങൾ എന്താകുന്നു? നിന്റെ ഭാവി എന്താകുന്നു? എല്ലാം അറിയുന്നവനാണ് ഞാൻ എന്ന് നഥനയേലിനോട് കർത്താവ് പറയുക. വാക്കുകൾ ചുരുക്കുക. സ്തോത്രം, ഞാൻ നിന്നെ അറിയുന്നു. വായിച്ചങ്ങ് അവസാനിപ്പിച്ച് ഇനി പ്രസംഗിക്കുന്നില്ല. ഈ ഭാഗം പിന്നെ ആവർത്തിക്കാൻ പറ്റില്ലല്ലോ. നഥനയേൽ അവനോട് റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ആ റെവലേഷൻ, കൺവിക്ഷൻ, ആ ഒരു അഷ്വറൻസ്. ഹലോ, അവിടെ ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് വരട്ടെ, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യട്ടെ എന്നല്ല പറഞ്ഞേ. ആമേൻ. ആ വാക്കുകളുടെ മുമ്പിൽ തൻ്റെ ജീവിതം വെളിപ്പെടുത്തിയ ക്രിസ്തുവിന്റെ മുമ്പിൽ പറയുകയാണ്, ഇനി എനിക്കൊരു അന്വേഷണം ഇല്ല, ഇനി എനിക്കൊരിടം വേണ്ട. നീ തന്നെയാണ് ദൈവപുത്രൻ, നീ തന്നെയാണ് ഇസ്രായേലിന്റെ രാജാവ്. ഞാൻ കാത്തിരുന്നവൻ നീ തന്നെ, നിന്നെ വിട്ടൊരു ജീവിതമില്ല. ഓ, ഇന്ന് പകൽക്കാലം എത്ര പേർ തീരുമാനിക്കും ആ ദൈവം വെളിപ്പെടുത്തിയ ചില വെളിപ്പാടുകളുടെ നടുവിൽ, നിന്നെ വിളിച്ചിറക്കിയതിന്റെ നടുവിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറയുക. പലപ്പോഴും മടുത്തു പോകുന്ന അനുഭവങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നീ തളർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പിടിച്ചു നിൽക്കാൻ കിട്ടിയ റെവലേഷനിൽ അവൻ ദൈവിക വെളിപ്പാടുകൾ വിളിച്ചു പറഞ്ഞു. അടുത്ത വായിച്ചങ്ങ് അവസാനിപ്പിച്ച പെട്ടെന്ന് യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ഭാവിയിൽ നീ വായിച്ചു കുറെ അറിഞ്ഞ ന്യായപ്രമാണത്തിലേതല്ലേ കണ്ടുള്ളൂ, അതിന്റെ കംപ്ലീഷനായി എന്നെ കണ്ടേ. നീ എന്നിലൂടെ കാണാൻ പോകുന്ന കാര്യങ്ങൾ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹത്തായതിനെ നിന്നെ കാണിക്കാൻ എനിക്ക് കഴിയും. നീ ചിന്തിക്കാത്ത ചില ഉറവകൾ, ചിന്തിക്കാത്ത ചില ശുശ്രൂഷകൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ജീവൻ വെച്ചൊരു അപ്പോസ്തലനാണ് നഥനയേൽ. ബർത്തലോമായി ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ശരീരത്തിലെ തൊലി ഉരിഞ്ഞ് അവനെ കൊന്നെന്ന ചരിത്രം പറയുന്നത് കർത്താവിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്ന വെളിപ്പാടിലേക്ക് വരാൻ നഥനയേൽ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി ആഴമായ ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടാൻ പരിശുദ്ധാത്മാവ് തീരുമാനിക്കുക.
51 വാക്യം കൂടെ വായിച്ചങ്ങ് അവസാനിപ്പിച്ചേ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും. അവിടെ നിന്നോടല്ല, അവിടെ നിന്നവരോട്. അവിടെ കൂടെ കൊണ്ടുവന്ന ഫിലിപ്പോസ് ഉണ്ട്, നഥനയേലുണ്ട്, മറ്റു ശിഷ്യന്മാരൊക്കെ നേരത്തെ പറഞ്ഞവരൊക്കെ ഉണ്ട്. നിങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുള്ള യാക്കോബ് ലൂസിൽ കടന്നപ്പോൾ കണ്ട കാഴ്ചയില്ലേ? ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത കാഴ്ചയില്ലേ? അതുപോലെ സ്വർഗം തുറന്നിരിക്കുന്നത്, എനിക്ക് വേണ്ടി ദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത്, ഞാൻ കയറിപ്പോയതിന് ശേഷവും ദൂതന്മാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം വരെയുള്ള വെളിപ്പാട് അവർക്ക് കൈമാറി. ഹോ, എന്തൊരു വെളിപ്പാടാ! വിട്ടുകൊടുക്കാൻ എത്ര പേർ കഴിയും കർത്താവേ? ആ വെളിപ്പാട് ആഴമായി പകർന്നു കഴിഞ്ഞപ്പോൾ പിന്നൊരു ചോദ്യമില്ല. നഥനയേൽ കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക. He became the disciple of Jesus Christ. ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിളായി മാറി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഗ്രഹിക്കുന്നത് ക്രിസ്തു ശിഷ്യന്മാരായി മാറുവാൻ. പുതിയ നിയമത്തിൽ വിശ്വാസികൾ എന്നൊരു പദമില്ല കേട്ടോ. നമ്മൾ പറയും ഞാൻ ജയോത്സവം ചർച്ചിലെ വിശ്വാസിയാണ്. നോ നോ നോ, അങ്ങനൊരു പദമേ ബൈബിളിലില്ല. ബൈബിളിൽ ഒറ്റ വാക്കേ ഉള്ളൂ, നീ കർത്താവിൻ്റെ ഡിസൈപ്പിളാണോ എന്നുള്ളത്. കർത്താവിൻ്റെ ഡിസൈപ്പിളാണോ? കർത്താവിൻ്റെ ശിഷ്യനാകാൻ പറ്റുന്നുണ്ടോ? കർത്താവിനെ സേവിക്കാൻ ദൈവം നിനക്ക് മുഖമെടുത്തുകൊണ്ട് കർത്താവിനെ പിൻപറ്റാൻ പറ്റുന്ന ഒരു യഥാർത്ഥ ഡിസൈപ്പിളായി തീരുവാ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ദൂത് കൈമാറുക. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ നന്നായി അറിയുന്ന ദൈവം, എൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം, ആരും എന്നെ കാണാതിരുന്നപ്പോൾ കണ്ട ദൈവം, ആ തിരു ദിവ്യമായ വിളിയാൽ വിളിച്ച ദൈവം, ആ വിളിയുടെ മുമ്പിൽ എന്നെ ഞാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. God bless you. Thank you, Jesus. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.